കൂട്ടുകാരെല്ലാരും കളിച്ചും ചിരിച്ചും അവധിക്കാലം ആഘോഷിക്കുമ്പോൾ ഈ ചേച്ചിയും അനിയനും തിരക്കിലാണ്. തങ്ങളുടെ അച്ഛന്റെ അമ്മയുടെയും സ്വപ്നങ്ങൾക്ക് താങ്ങാകാൻ നമ്മുടെ കായംകുളം അഴീക്കൽ ബീച്ചിൽ അവർ തങ്ങളുടേതായ ഒരു കുഞ്ഞ് ഹെയർ ബാൻഡ് കച്ചവടം തുടങ്ങി. എന്നും വൈകുന്നേരം തുടങ്ങുന്ന ഈ ഒരു കച്ചവടം ലാഭം കാണാതെ അവർ നിർത്തില്ല. മക്കളെ ഒന്നിക്കണേ, എന്താ രണ്ടാളും കൂടെ പരിപാടി? തലയിലിടുന്ന ബണ്ണ അല്ലേ? ഇത് നിങ്ങൾ വീട്ടിലുണ്ടാക്കുന്നതാണോ അതോ വാങ്ങിക്കൊണ്ടുവന്ന് കച്ചവടം ചെയ്യുന്നതാണോ? നിങ്ങൾ വീട്ടിൽ നിന്ന് തയ്ക്കുന്നയാ? അതൊക്കെ പോട്ടെ, രണ്ടുപേരും പഠിക്കുകയാണോ? എന്തോ ഇപ്പൊ ചെയ്യുന്നേ? പഠിക്കുന്നത് ചേച്ചി അനിയനാണോ? എത്രയിലായിരുന്നു രണ്ടുപേരും പഠിക്കുന്നത്? +1. മോള് +1, മോനെ 8 പഠിക്കുന്നത്. എവിടെ രണ്ടുപേരും പഠിക്കുന്നത്? കരുനാപ്പള്ളി. എവിടെ രണ്ടുപേരും വീട്? ഇതാരാ ഇതൊക്കെ തയ്ക്കുന്നേ? മക്കൾക്ക് തയ്ക്കാനൊക്കെ അറിയോ? എന്നിട്ട് ഇത് എത്ര നാളായി നിങ്ങൾ ഈ ഒരു പരിപാടി തുടങ്ങിയിട്ട്? 2-3 മാസം. എന്താ രണ്ടുപേരുടെയും പേര്? നന്ദിത. മോന്റെ പേര് നവനീത്. അഴീക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാ ദിവസവും 4 മണി തൊട്ട് എത്ര മണി വരെ കാണും നിങ്ങള്? 8 മണിയാകുമ്പോൾ. അതൊക്കെ പോട്ടെ, എന്താ ഇങ്ങനെ ഒരു കച്ചവടം ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഒരു ഐഡിയ തോന്നാൻ കാരണം? അത് ഇപ്പം ബഡ്ജറ്റ് ഇഷ്യൂ ഒക്കെ കൂടുതൽ, അപ്പം വീട്ടുകാരൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും പിന്നെ നമുക്ക് വെക്കേഷൻ അല്ല, അപ്പൊ ഒരു വീട്ടിൽ തന്നെ ഇരുന്ന് ചടഞ്ഞൂരി ഇരിക്കണ്ടല്ലോ എന്നുള്ള ഒരു തോട്ട്. എത്ര എണ്ണം കൊണ്ടുവരും ഒരു ദിവസം? ഒരു 100 എണ്ണം കൊണ്ടുവരും. അന്നേരം എല്ലാ ദിവസവും ഇതിങ്ങനെ തയ്ച്ചോണ്ടിരിക്കുവോ? 2 ദിവസം എടുത്ത് 100 എണ്ണം തയ്ച്ചിട്ട് പിന്നെ 3-ാമത്തെ ദിവസം ഇതിങ്ങനെ വന്നു. അന്നേരം 2 ദിവസം കൊണ്ട് 100 എണ്ണം കച്ചവടം ചെയ്യും. അന്നേരം ഭാവിയിൽ അറിയപ്പെടുന്ന ഒരു ബിസിനസ്സുകാരിയാവും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട അല്ലേ? ഓക്കെ, ഇനി ഒരുപാട് സാധനങ്ങളുണ്ട്. ഇന്ന് എത്ര മണിക്ക് വന്നു നിങ്ങൾ രണ്ടുപേരും? ഇന്ന് ഞങ്ങളൊരു 4 മണി 4:30 4 മണി 4:30 ആയപ്പോ വന്ന്. ഇനി ഒരുപാട് സാധനങ്ങളുണ്ടല്ലേ? ഓക്കെ, നമ്മുടെ അഴീക്കൽ ബീച്ച് വന്നപ്പോൾ ദാണ്ടെ ഈ 2 കുഞ്ഞുങ്ങള് സത്യത്തിൽ കണ്ടപ്പോൾ +1 പഠിക്കുന്നതെന്ന് തോന്നത്തില്ല. കണ്ടു കഴിഞ്ഞാൽ 8-ലും 4-ലും പഠിക്കുന്ന 2 പിള്ളേരാണെന്ന് തോന്നുള്ളൂ കേട്ടോ. ഇങ്ങനെ ബീച്ചിൽ കൂടെ കടലിന്റെ ആ പരിസരത്തൂടെ ഇങ്ങനെ ഇറങ്ങി എവിടുന്ന് ഒരു അങ്ങറ്റത്തുനിന്ന് വരുവാ, അവിടെ നിങ്ങൾ പോരാ. ഇനി വീണ്ടും അങ്ങോട്ട് റൗണ്ട് അടിക്കും. എന്നിട്ട് മൊത്തം തീർത്തിട്ടേ പോത്തോളോ അതോ തീർക്കും? രണ്ടുപേരും തൊലിഞ്ഞിറങ്ങിയേക്കുക. അനിയന് വെള്ളമൊക്കെ മേടിച്ചു കൊടുക്കൂ. വെള്ളമൊക്കെ മേടിച്ചു കൊടുക്കും. ഗൂഗിൾ പേ ഉണ്ടോ മക്കളെ? എന്തായാലും ചേട്ടന് ഒരു മോളുണ്ട്, അതിനെ മോക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് 2. ഇതെത്ര ഒരു എണ്ണത്തിന് എത്ര വില വരുന്നത്? 20 രൂപ ഉള്ളു. 1, 2, 3, 4, 10 എണ്ണം ചേട്ടനെടുത്തിട്ടുണ്ട് കേട്ടോ. 10 എണ്ണത്തിന് എത്ര രൂപയായി? ഓ, അതിന് നമ്മുടെ അനിയനാ മറുപടി പറഞ്ഞു കേട്ടോ. ചേച്ചി ഇത് കച്ചവടം ചെയ്യുമ്പോൾ അനിയനാ തോന്നുന്നു കണക്ക് പറയുന്നത്. അന്ന് ഗൂഗിൾ പേ ഉണ്ടല്ലോ അല്ലേ? 200 രൂപയുടെ സാധനം ഞാൻ മേടിച്ചിട്ടുണ്ടല്ലേ? 500 ഞാൻ അയക്കുന്നുണ്ട്. ബാക്കി നിങ്ങൾക്ക് അടിച്ചു വിളിക്കാനുള്ളത്. ഓക്കെ, ഇന്ന് ഇച്ചിരി നേരത്തെ വീട്ടിൽ പോവാലോ? ഓക്കെ അല്ലേ? ഹാപ്പി അല്ലേ? ഓക്കെ.